എന്നിട്ട് ഈ കോടികളൊക്കെ ഇവർ എന്തിനു വേണ്ടിയാ ചെലവാക്കിയത്? അതും കൂടെ നമ്മൾ അറിയണ്ടേ? എന്തെങ്കിലും ഒരു പദ്ധതി, ഇവരുടെ ആശയത്തിൽ നിന്ന് ഉരുതിരിഞ്ഞ കേരളീയർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു പദ്ധതി സ്വന്തമായിട്ട് ഇവര് കേരളത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ ഇതുവരെ ഈ 10 വർഷം കൊണ്ട്? കെ എന്ന അക്ഷരം ഫ്രണ്ടിൽ വെച്ചിട്ട് ഇവര് കുറെ പദ്ധതികൾ കൊണ്ടുവന്നു. കെ ഫോണ്, കെ റെയില്, ഇതൊക്കെ എവിടെ എത്തി? എവിടെങ്കിലും എത്തിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? അതൊന്നും ചെയ്യാതെ ഈ വാങ്ങിക്കൂട്ടിയ കടത്തിന്റെ കോടികൾ, അതുപോലെ ഈ ജനങ്ങളിൽ നിന്ന് പിടിച്ചു പറിച്ച കോടികൾ ഇവർ എന്തിനു വേണ്ടിയാ ചെലവാക്കിയത്? വാർഷിക മാമാങ്കങ്ങള്, അതുപോലെ ഈ പിന്നെ മറ്റുള്ള ദൂർത്തുകള്, അല്ലെ? നമുക്കറിയാം ഇവിടെ ആശാ വർക്കർമാര് മാസങ്ങള് നിയമസഭയ്ക്ക് മുന്നില് വെയിലും മഴയും കൊണ്ട് അവര് സമരം ചെയ്തു, ഒരു 100 രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ സമരം നടക്കുമ്പോഴാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് 1 കോടിയിലധികം വരുന്ന കാറ് ഇവര് എടുത്തു കൊടുത്തത്, അല്ലെ? ഖജനാവിലെ ഫണ്ട് കൊണ്ട് ആണല്ലോ അതൊക്കെ നടത്തിയത് ഇവരൊരു നവകേരള യാത്ര നടത്തി, നമ്മൾ മറന്നിട്ടില്ലല്ലോ. അതിനുവേണ്ടി മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കും മന്ത്രിമാർക്കൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി ഒരു ബസ് ഇറക്കി ഇവര്. മുഖ്യമന്ത്രിക്ക് കയറാൻ വേണ്ടി അതിന് ലിഫ്റ്റ് വരെ ഫിറ്റ് ചെയ്തിട്ടാണ് ഇവർ ആ ബസ് ഇറക്കിയത്, അല്ലെ? 1 കോടിക്ക് മുകളിലാണ് അതിന്റെ ചെലവ്. ഖജനാവിൽ നിന്നുള്ള കാശ് തന്നെയാണല്ലോ. എന്നിട്ട് ആ ബസ്സിന്, ആ യാത്രക്കിടയിൽ അതിന് പ്രതിഷേധിച്ച കോൺഗ്രസ്സുകാരുടെ തല ചെടിച്ചു ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചിട്ട് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല. ആ ബസ് അത്രയും കാശ് ചെലവാക്കി ഇറക്കിയ ആ ബസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ അവർ പറഞ്ഞത്? ഈ ബസ് ഞങ്ങള് മ്യൂസിയത്തിൽ വെക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് കാണാൻ വേണ്ടി ആളുകൾ ടിക്കറ്റ് എടുത്ത് ബസ് കാണാൻ വരും. അങ്ങനെ ഇതിന് വന്ന ചെലവ് ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്നായിരുന്നു സഖാക്കൾ പറഞ്ഞിരുന്നത്. എന്തായി ആ ബസ് ഇപ്പോ എവിടെയുള്ളത്? സഖാക്കൾ ഒന്ന് പറയാവോ നിങ്ങൾക്ക്? ഇങ്ങനെ ദൂർത്ത് കളിച്ച ഒരു 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 ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ ആളുകളായിരുന്ന ഇടതുപക്ഷത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന, അവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന ഇദ്ദേഹത്തിന് ആണോ വേങ്ങരക്കാര് വോട്ട് ചെയ്യേണ്ടത്? CPIയും ഷുക്കൂറിനെയും ഷുഹൈബിനെയും, അല്ലെ, കൃപേഷിനെയും ശരത് ലാലിനെയും ഒക്കെ കൊന്ന പ്രതികളെ, കൊടും കുറ്റവാളികളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി എത്ര കോടികളായി ഇവര് ഖജനാവിൽ നിന്ന് മുടക്കിയത്? സുപ്രീം കോടതിയിലെ ഏറ്റവും വലിയ വക്കീലന്മാരെ വിളിച്ചിട്ടാണ് ആ കേസുകൾ ഇവര് വാദിച്ചത്, അല്ലെ? അതുപോലെ ഇവരുടെ PR വർക്കിന് വേണ്ടിയിട്ട് ഈ അടുത്ത സമയത്ത് നമ്മളൊക്കെ കേട്ടതാണ്, അല്ലെ? കേരളത്തിലെ ബസ്സുകളിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ച് പരസ്യം ചെയ്യാൻ വേണ്ടി ഇവർ മുടക്കിയ കോടികൾ അവസാനം കോടതി ഇടപെട്ട് അത് തടഞ്ഞു. അതിനുശേഷം വന്ന റിപ്പോർട്ട് നമ്മൾ കണ്ടതല്ലേ? ചാനലുകൾക്ക് ഇവരുടെ പരസ്യം നൽകാൻ വേണ്ടി ഒരു ചാനല് ഇവർ നൽകിയത് 50 ലക്ഷം രൂപയാണ്. രേഖകളടക്കം വന്നില്ലേ അതിന്റെ? ഇതിനൊക്കെ പുറമെ ഖജനാവിലെ പണം കൊള്ളയടിച്ച് ഇവർ നടത്തിയ കളവുകൾ നമുക്കറിയാം. നമുക്ക് കൊറോണ സമയത്ത് ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു. 500 രൂപക്ക് കിട്ടുമായിരുന്ന PP കിറ്റ് 1500 രൂപ കൊടുത്ത് വാങ്ങിയ ഒരു ആരോഗ്യമന്ത്രി, അല്ലെ? നമുക്കറിയാലോ. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ അവസ്ഥ എന്താണ്? കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ അവസ്ഥ എന്താണ്? നമ്മൾ കണ്ടില്ലേ? മെഡിക്കൽ കോളേജുകളിൽ മരുന്നുണ്ടോ? എങ്ങനെ ഉണ്ടാകുക? കിട്ടുന്ന കാശൊക്കെ ഇവരുടെ PR വർക്കിന് മുടക്കല്ലേ? മരുന്ന് കമ്പനികൾക്ക് കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായ സാധനങ്ങൾ തരുന്ന കമ്പനികൾക്ക് കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ അവര് അതിന്റെ സപ്ലൈ നിർത്തിവെച്ചു. അങ്ങനെ രോഗികൾക്ക് മരുന്നും ഓപ്പറേഷനും ഒന്നും മരുന്ന് കിട്ടാതായി, ഓപ്പറേഷൻ നടക്കാതായി നമ്മൾ കാണല്ലേ ആരോഗ്യ മേഖലയെ? രോഗിയുടെ വയറ്റില് കത്രിക മറന്നു വെച്ചത് നമ്മൾ കണ്ടു, പഞ്ഞിക്കെട്ട് മറന്നു വെച്ചത് നമ്മൾ കണ്ടു, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന ആശുപത്രി കെട്ടിടങ്ങൾ നമ്മൾ കണ്ടു, അല്ലെ? എന്നിട്ട് ആ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചപ്പോ അവർ നടത്തിയ നാടകം നമ്മൾ കണ്ടില്ലേ? മീറ്ററുകൾക്ക് ഇപ്പുറത്ത് വെച്ച് പോലീസ് തടഞ്ഞ KSUവിന്റെ പ്രവർത്തകര് അവരാക്രമിച്ചു എന്ന് പറഞ്ഞ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അവരാക്രമിച്ചു എന്ന് പറഞ്ഞ് നടത്തിയ നാടകം നമ്മൾ കണ്ടു. അത് പ്രചരിപ്പിച്ചു സഖാക്കള്, അല്ലെ? അതിന്റെ പേരിൽ ഇവര് പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ജയിലിലടച്ചു. അങ്ങനെ പ്രചാരണം നടത്തിയവര് നാടാകെ അക്രമങ്ങൾ കാണിച്ചു, നമ്മൾ കണ്ടില്ലേ? ഇതേ രീതിയല്ലേ ഇവര് ഷുക്കൂർ വധക്കേസിൽ എടുത്തത്? ഇവരുടെ 2 നേതാക്കന്മാർ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ താലിബാൻ മോഡല് വിചാരണ നടത്തി ഇവരെ കൊന്നുകളഞ്ഞില്ലേ? നമ്മൾ കണ്ടതല്ലേ? അന്ന് ഇവർ നടത്തിയ അക്രമങ്ങൾ നമ്മൾ കണ്ടതല്ലേ?
ഇതേ കള്ളപ്രചരണം നടത്തിയിട്ടല്ലേ അതും ചെയ്തത് ഇവര്. ആ ഷുക്കൂറിന്റെ വധക്കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഇവർ ചെലവാക്കിയ കോടികൾ നമുക്കറിയുന്നതല്ലേ. ചൂരൽമലയിലെ ദുരിതത്തിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യർ, അവിടെ മരണപ്പെട്ട പാവപ്പെട്ട മനുഷ്യർ, അവരുടെ മൃതദേഹം, അവരുടെ മയ്യത്ത് കബറടക്കാൻ ഇവർ എഴുതിയെടുത്ത ഫണ്ട് എത്രയാണ്? 7.5 ലക്ഷം രൂപ ഒരു മയ്യത്ത് കബറടക്കാൻ. നമ്മളൊക്കെ മരിച്ചവരുടെ മയ്യത്ത് പരിപാലനവും കബറടക്കമൊക്കെ നടത്തുന്നവരാണല്ലോ. ഒരു മയ്യത്ത് പരിപാലനം നടത്താൻ, ഒരു മയ്യത്തിനെ കബറടക്കാൻ ഇവർ എഴുതിയെടുത്തത് 7.5 ലക്ഷം രൂപയാണ്. അതുപോലെ അവിടെയുള്ള മറ്റു ചെലവുകൾ, പാലത്തിനടിയിൽ മണ്ണ് നിരത്താനെന്ന് പറഞ്ഞിട്ട്, അതുപോലെ മറ്റുള്ള ചെലവുകൾ, ദുരിതാശ്വാസ പ്രവർത്തകർക്ക് മറ്റുള്ള ചെലവുകൾ പറഞ്ഞിട്ട് എത്ര കോടികളായി ഇവർ വെട്ടിച്ചത്, എത്ര കോടികളായി ഇവർ എഴുതിയെടുത്തത്. നമ്മൾ അറിഞ്ഞതല്ലേ ഇതൊക്കെ. ഇപ്പൊ അവരെ വീട് വെച്ച് കൊടുത്തു അല്ലെ. 29 ലക്ഷമാണ് ഒരു വീടിന് ഇവർ ചെലവ് പറയുന്നത്. അതിനെക്കുറിച്ച് അറിയാവുന്ന വിദഗ്ധരൊക്കെ പറഞ്ഞു ഒരു 14-15 ലക്ഷം ഏറിപ്പോയാൽ അതിൽ കൂടുതൽ ആ വീടിന് വരില്ല എന്ന് പറഞ്ഞു. അത് ടെൻഡർ പോലും വിളിക്കാതെ ഊരാളുങ്കലിന് കോടികൾ ഉണ്ടാക്കാൻ, അതിൽ നിന്ന് ഇവർക്ക് ഫണ്ട് അടിച്ചു മാറ്റാൻ വേണ്ടി ഇവര് പാവപ്പെട്ട ആളുകൾ, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ജാതി മതം ഭേദമന്യേ എല്ലാവരും കൊടുത്ത ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത ഫണ്ടാണ് ഇവർ ഈ പിന്നെ വെട്ടിച്ചത്. ഇവര് അയ്യപ്പ സംഗമം നടത്തി, നല്ല കാര്യം. എന്തിനാണ് അത് നടത്തിയെന്നുള്ളത് നമുക്കറിയാം. ശബരിമലയിൽ ഇവർ കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങൾക്ക് അല്ലെ, ഒരു സമൂഹത്തിന്റെ ആചാരങ്ങളെ ചവിട്ടിമെതിച്ച് ഇവർ നടത്തിയ പിന്നെ തോന്നിവാസങ്ങളെ മറച്ചു വെക്കാൻ, അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇവര് അയ്യപ്പ സംഗമം നടത്തി. എന്നിട്ടോ ആ അയ്യപ്പ സംഗമത്തിലേക്ക് വന്ന കോടീശ്വരന്മാർക്ക്, VIP-കൾക്ക് താമസിക്കാൻ മൂന്നാറില് 5 സ്റ്റാർ ഹോട്ടലുകളിൽ റൂമെടുത്ത് കോടികൾ ഇവർ അതിനുവേണ്ടി ചെലവാക്കി. ഇതൊക്കെ നമ്മുടെ സാധാരണക്കാരനായ കേരളീയന്റെ നികുതി അടക്കുന്ന പണമാണ്. അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾക്ക്, അവർക്ക് കിട്ടേണ്ട മരുന്നുകളായിട്ടും മറ്റുള്ള ആനുകൂല്യങ്ങളായിട്ടും മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ശമ്പളമായിട്ടും ആശാവർക്കർമാർക്ക് ശമ്പളമായിട്ടും കിട്ടേണ്ട കാശിൽ നിന്ന് എടുത്തിട്ടാണ് ഇവർ ഈ ദൂർത്ത് കളിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അറിയണ്ടേ. ഇപ്പോ നമ്മുടെ UDF-ന്റെ സ്ഥാനാർത്ഥിയെ, അദ്ദേഹത്തിന്റെ വീഡിയോ ക്ലിപ്പുകളും അതുപോലെ വോയിസ് ക്ലിപ്പുകളൊക്കെ കട്ട് ചെയ്ത് അദ്ദേഹം പറഞ്ഞതിനെ വക്രീകരിച്ച് അദ്ദേഹത്തെ വർഗീയ ചാപ്പ കുത്തുന്ന ഇവരുടെ വർഗീയതയോടുള്ള നിലപാട് എന്താണ്? ഇവരാരെയാ കൊണ്ടു നടക്കുന്നത്? വെള്ളാപ്പള്ളി നടേശൻ നമുക്കൊക്കെ അറിയാലോ. കേരളത്തിലെ തൊഗാഡിയ എന്ന് മുമ്പ് പറഞ്ഞ ഒരു സെക്രട്ടറിയാണ് ഇപ്പോ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അദ്ദേഹമാണ് ഇപ്പോ ഈ പറയുന്ന വെള്ളാപ്പള്ളിയെ തോളിൽ കൈയിട്ട് കൊണ്ടു നടക്കുന്നത് എന്ന് കൂടെ നമ്മൾ ചിന്തിക്കണം. ആ വെള്ളാപ്പള്ളി പറയുന്ന വർഗീയത ഒരു സമുദായത്തിന് നേരെ, ഒരു ജില്ലക്ക് നേരെ, ഒരു സമുദായത്തിലെ പണ്ഡിതന്മാർക്ക് നേരെ, ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ. കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുസ്ലിം സമുദായത്തെ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. ഈ അവസാനം മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? വെള്ളാപ്പള്ളി പറയുന്നത് അദ്ദേഹത്തിന്റെ അനുഭവമാണെന്ന്. അപ്പോ ആ വെള്ളാപ്പള്ളി പറഞ്ഞ ഈ അനുഭവം, പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, കേരളത്തിലെ ക്രിസ്തീയ സമൂഹം ജീവിക്കുന്നത് മുസ്ലിങ്ങളെ ഭയന്നിട്ടാണ് എന്നുള്ളതിന് പിന്നെ മാർക്കിടുകയല്ലേ മുഖ്യമന്ത്രി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിലെ ഈയവർ താമസിക്കുന്നത് മുസ്ലിങ്ങളുടെ തിട്ടൂരത്തിന് വഴങ്ങിയാണ്. അവർ പറഞ്ഞതിനപ്പുറത്തേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാൻ മലപ്പുറത്തെ ഈയവർക്ക് സാധിക്കില്ല, അവർക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിയുടെ ആ വർഗീയ പരാമർശത്തെ ശരിവെക്കുകയല്ലേ മുഖ്യമന്ത്രി ചെയ്യുന്നത്? എന്നിട്ട് ആ വെള്ളാപ്പള്ളിയല്ലേ അയ്യപ്പ സംഗമത്തിലേക്ക് മുഖ്യമന്ത്രി കാറിൽ കയറ്റി കൊണ്ടുപോയത്? AP അബൂബക്കർ മുസ്ലിയാർ മുസ്ലിം ലീഗിന്റെ നേതാവാണോ? അദ്ദേഹത്തെ കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞില്ലേ? എന്നിട്ട് ഈ പറഞ്ഞതൊക്കെ ഒരു സമുദായത്തെ മൊത്തം, ഒരു ജില്ലയെ മൊത്തം പറഞ്ഞിട്ട് അതിനെ മുസ്ലിം ലീഗിലേക്ക് ചുരുക്കിക്കൂട്ടി വെള്ളാപ്പള്ളിയെ വെളുപ്പിക്കാനുള്ള ശ്രമമല്ലേ പിന്നെ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇവർ നടത്തിയ അയ്യപ്പ സംഗമത്തിലേക്ക് ഇവർ ആരെയാണ് ക്ഷണിച്ചത്? UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ. എന്താണ് അയാളുടെ ക്വാളിറ്റി? അയാളുടെ യോഗ്യത എന്താണ്? അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കാനുള്ള യോഗ്യത അതൊന്ന് പറയോ സഖാക്കളെ നിങ്ങൾ? എന്നിട്ട് അയാൾ വന്നില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരള ഗവൺമെന്റും നടത്തുന്ന ഒരു പരിപാടിയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ യോഗി ആദിത്യനാഥിനെ ക്ഷണിക്കാനുള്ള അയാളുടെ യോഗ്യത എന്താണ്? അതിനുള്ള മാനദണ്ഡം എന്താണ്? എന്നിട്ട് അയാളുടെ കത്ത് അവിടെ വായിച്ചു, വലിയ വാർത്ത കൊടുത്തു. എന്തിനു വേണ്ടിയായിരുന്നു അത്? ഈ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനോട് കാണിച്ച നെറികേടിന് അവരുടെ കണ്ണിൽ പൊടിയിട്ട് അവരുടെ ആ വിഷമങ്ങൾ ഒന്ന് മറച്ചു പിടിക്കാൻ, എന്നിട്ട് 4 വോട്ടുണ്ടാക്കാൻ, അതല്ലേ? എന്നിട്ട് അതിലൂടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ഈ പറയുന്ന ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ നിങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാനുള്ള ഒരു നാടകമല്ലേ നിങ്ങൾ കളിച്ചത്?
നിങ്ങളുടെ ഈ നാടകങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത സമുദായമാണ് ഇവിടുത്തെ നല്ലവരായ ഹിന്ദു സമൂഹം എന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങനെയുള്ള ഒരു ഗവൺമെന്റിന്, കേരളത്തിന് കടം വാങ്ങി മുച്ചൂടും മുടിച്ച, ഒരു പദ്ധതിയും കേരളത്തിന് കൊണ്ടുവരാത്ത, വർഗീയതയെ ഈ രൂപത്തിൽ താലോലിക്കുന്ന ഒരു ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു പിന്നെ ഒരു സ്റ്റേഡിയം മുതലാളിക്കാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? വേങ്ങരക്കാർ ചിന്തിക്കേണ്ട കാര്യമല്ലേ ഇത്? അതോ അടുത്ത് വരാനിരിക്കുന്ന UDF ഗവൺമെന്റില് പിന്നെ മന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള KM ഷാജിക്കാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? KM ഷാജിയെ കുറിച്ച് ഇവർ പറയുന്ന വർഗീയത ഒക്കെ നമുക്കറിയാം. അതിന്റെ വശം ഇതിന്റെ പിന്നാലെ നമുക്കത് ചർച്ച ചെയ്യാം. എന്താണ് KM ഷാജി പറഞ്ഞത്? എങ്ങനെയാണ് ഇവരത് വളച്ചൊടിച്ചത്? ഇവർക്ക് എന്താണ് KM ഷാജിയെ വർഗീയവാദിയാക്കി ഒതുക്കേണ്ടതിന്റെ ആവശ്യം എന്താണെന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത വീഡിയോയിൽ അത് പറയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വേങ്ങരക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് വേങ്ങരക്ക് ആവശ്യം നമ്മുടെ വേങ്ങരയിൽ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങളുടെ തുടർച്ചയാണ്. ഈ 10 വർഷക്കാലം ഈ ഇടതുപക്ഷ സർക്കാരിന്റെ അവഗണന കൊണ്ട് നമുക്ക് കിട്ടാതെ പോയ ഒരുപാട് വികസനങ്ങളുണ്ട്. അതൊക്കെ തുടർന്ന് നമുക്ക് കൊണ്ടുപോകണം. അതിന് ഈ വരാനിരിക്കുന്ന UDF ഗവൺമെന്റില് മന്ത്രിയായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നമ്മളെ കൂടെ ഉണ്ടാകും. നമ്മുടെ തറവാട്ടുകാരനാണ്. അദ്ദേഹത്തിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച്, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ചോദിച്ച്, വേങ്ങരക്ക് വേണ്ട വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന, ഒരു പക്ഷേ മന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള KM ഷാജി സാഹിബ് അല്ലേ നമുക്ക് MLA ആയി വേണ്ടത്? അതല്ല വേങ്ങരയില് പബ്ലിക് ടോയ്ലറ്റ് ഇല്ല, മൂത്രയിക്കാൻ സ്ഥലമില്ല, കാര്യം സാധിക്കാൻ സ്ഥലമില്ല എന്ന് പറയുന്ന, വേങ്ങരയിലെ ഹെൽമെറ്റ് ഇടാതെ പോയ ആരുടെയെങ്കിലും പെറ്റി കേസ് സ്റ്റേഷനിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാൻ ആളില്ല എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് മെമ്പറുടെ നിലവാരം പോലും കാണിക്കാത്ത ഒരു ആളെയാണോ നമുക്ക് MLA ആയിട്ട് വേണ്ടത്? നമുക്ക് ആവശ്യം, നമ്മുടെ ആവശ്യങ്ങൾ കേരള നിയമസഭയിൽ ഉന്നയിച്ച്, കേരള UDFന്റെ മന്ത്രിസഭയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു MLA അല്ലേ നമുക്ക് വേണ്ടത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വേങ്ങരക്കാര്, നല്ലവണ്ണം ചിന്തിച്ച് നിങ്ങൾ വോട്ട് ചെയ്യുക. നമുക്ക് ഈ വികസനങ്ങളൊക്കെ തുടർന്ന് കൊണ്ടുപോകണം. അതിനുവേണ്ടിയായിരിക്കട്ടെ നിങ്ങളുടെ വോട്ടുകൾ. നമ്മുടെ സ്ഥാനാർത്ഥി KM ഷാജി സാഹിബാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ജയ് ഹിന്ദ്.